പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. എങ്കിൽ പിന്നെ നമുക്ക് നാട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ എന്തൊക്കെയാണ് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തതെന്നും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് കാണാം. ഞാൻ അതേ രാവിലെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നത് നല്ല രസമാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ പിള്ളേരെ വലിച്ചഴിച്ചുകൊണ്ട് അമ്മമാർ സ്കൂളിൽ പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെന്താ, ഇവിടെ കുറേ ജീവികളുണ്ട്, അതിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പാറ്റയും പല്ലിയും ഇതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഇതിനെയൊക്കെ. മുടിയും കൂടെ അഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാറുണ്ട് നല്ല തണുത്ത് കാറ്റുന്നല്ലേ. ഐ എം സോ ഒബ്സെസ്ഡ് വിത്ത് ദ ഡയലോഗ്. ഐ ഡോണ്ട് നോ വൈ. അപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട്. പട്ടി നമ്മളെ കാണണ്ട, അത് വീട് കുരച്ചു തുടങ്ങും. ഇവിടെ ഒരുപാട് ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ആയിട്ട്. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇതേ കണ്ടില്ലേ, ഈ ചെടി നല്ല പർപ്പിൾ ഇലയൊക്കെ ആയിട്ട് നല്ല രസമില്ലേ ഇത് കാണാൻ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ചെടികൾ ഇവിടെ ഉണ്ട്. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാനും എടുക്കാനും ഒക്കെ. നമുക്ക് അവിടെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഫ്ലാറ്റിൽ. ഇതേണ്ടോ മുള്ളുള്ള ചെടി, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ചൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ. ഇവിടെ ചെടികളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ പൂവുള്ളതും പൂവില്ലാത്തതുമായിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ ചെടികൾ അങ്ങ് നിരത്തിയുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴോ അവിടെ വേറെ കുറേ ഉണ്ട്. പ്ലാവും തെങ്ങും വേപ്പും കരിവേപ്പും അങ്ങനെ ഒരുപാട്. മസ്കറ്റിലായിരുന്നിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വാശി പിടിക്കാറുണ്ട്, പുറത്ത് പോകണമെന്നും പറഞ്ഞ്. പക്ഷേ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇതൊന്നും കാണിക്കാറില്ല. കാരണം എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വീട്ടിലാകുമ്പോൾ മരങ്ങളും ചെടികളും ഒക്കെ കണ്ട് ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സുഖിച്ചിരിക്കാമല്ലോ. പക്ഷേ അവിടെ ആകുമ്പോൾ ജനൽ തുറന്നാൽ ആകെ കൂടെ കാണുന്നത് അപ്പുറത്തെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ റോഡോ വണ്ടികളോ മാത്രമായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് മടുത്തു. പക്ഷേ ഇവിടെ ആണെങ്കിൽ എത്ര നേരം നോക്കിയിരുന്നാലും നമുക്കൊരു ബോറടിയും തോന്നില്ല. സമയം പോകുന്നത് നമ്മൾ അറിയുക കൂടിയില്ല. ഒമാനിലെ കടുത്ത ചൂടിൽ നിന്ന് ശരിക്കും പറഞ്ഞൊരു റിലീഫാണ് ഇങ്ങനെ നാട്ടിൽ വരുന്നത്. പാലക്കാടും ഇതുപോലെ തന്നെ ചൂടാണെങ്കിലും ഈ കാറ്റ് അതൊരു രക്ഷയില്ല. നല്ല സുഖമാണ് ഇങ്ങനെ കാറ്റും കൊണ്ടുകൊണ്ടൊക്കെ നിൽക്കാനായിട്ട്. ഗായ്സ്, വലിയ ബട്ടർഫ്ലൈ. അത് കടിക്കുന്നതൊക്കെ കണ്ട ബട്ടർഫ്ലൈ ആണോ എന്താ അതുപോലത്തെ സാധനം. രക്ഷപ്പെട്ടോ. ചെലന്തി. നാട്ടിൽ വന്നാൽ പിന്നെ ഞാനിങ്ങനെയാണ് കേട്ടോ. ചെലന്തിനെ പഴുതാരൊക്കെ കണ്ടാൽ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടും. എനിക്കിതിനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും എന്താണോ എന്തോ ഇവർക്കൊന്നും ഇതിനൊരു പേടിയില്ല. അപ്പോൾ അങ്ങനെ മീൻകാരനൊക്കെ വന്ന് അമ്മ വല്ല മീനും കിട്ടുമോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ ചക്കയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരിക്കച്ചക്കയാണ് എൻ്റെ ഫേവററ്റാണ് വരിക്കച്ചക്ക. ഞാനാണെങ്കിൽ ഓപ്പൻഹൈമർ എന്ന് പറഞ്ഞ സിനിമ കാണുമായിരുന്നു. പഴുത്തിട്ടില്ല, പച്ചയാണ്, പക്ഷെ നല്ല മധുരമുണ്ട്. വരിക്കച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്തിങ്ങനെ കഴിച്ചതാണ് കേട്ടോ. പക്ഷെ സഹിക്കാൻ പറ്റാത്ത പുളിയായിപ്പോയി. മധുരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പുളിയായിരുന്നു. ഞാനിങ്ങനെ പുളിയൊന്നും അങ്ങനെ കഴിക്കാത്ത ആളായതുകൊണ്ടാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയത്. അയ്യോ, എന്തൊരു പുളിപ്പ്. ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ വന്നാൽ പിന്നെ എനിക്കും അമ്പാടിക്കും വിശപ്പേ ഉള്ളൂ. ഇതേ കണ്ടില്ല, രാവിലെ തന്നെ ചക്ക കഴിച്ചു, അത് കഴിഞ്ഞിട്ട് മുറുക്ക് കഴിച്ചു, പിന്നെ അതേ ഇപ്പം മാങ്ങ ഉപ്പ് ഇട്ട് കഴിക്കുന്നു. ഇങ്ങനെ തിന്നാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്താണോ എന്താ ഇത് കഴിക്കുമ്പോൾ നീ ഒരു രീതിയിലെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നേ. ഒരു രീതിയിലെ എക്സ്പ്രഷൻ കാണിക്കരുത്. തിന്നോ, മുഖം ഒന്നും അങ്ങനെ ഇങ്ങനെ പുളിപ്പൊന്നും കാണിക്കരുത്. എനിക്ക് വയ്യ. ഇനി ഞാൻ തോറ്റു പോവോ എന്തോ. ഞാൻ തോക്കണോ ജയിക്കണോ? നമുക്ക് കഞ്ഞി കഴിക്കാം. കഞ്ഞിയും മാങ്ങാച്ചാറും മൈ ഫേവറേറ്റ്. മുമ്പാടിച്ച് അവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. പുറത്തൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ. നമ്മള് മറ്റത് ഫ്ലാറ്റിലും അടച്ചു മൂടിയുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് കഞ്ഞി കുടിക്കല്ലേ. ഇല്ല എന്തുവായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് ഓപ്പൺ എയറിൽ നല്ല ഫ്രഷ് എയർ ഒക്കെ. ഐ ജസ്റ്റ് ലവ് ദിസ്. നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഡ്യൂ ടു സം പ്രോബ്ലംസ് ഐ ഡോണ്ട് ലൈക്ക് ടു സ്റ്റേ in India that much. I would say the one thing that every human being or every organism in this world requires is freedom and nothing else. And that is the point which is leading me to the conclusion or to the statement that I don't like to live in Kerala. എനിക്ക് നാട്ടിൽ വരാൻ ഇഷ്ടമല്ല, നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. is because my freedom is being taken away from me. You came again, why are you taking my phone? അപ്പോൾ ഞാൻ പറഞ്ഞ നാട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ നാട്ടിൽ നിൽക്കാൻ എനിക്കിഷ്ടമല്ല. സോ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പാലക്കാട് ഒടുക്കത്തെ ചൂടാണ്. എനിക്ക് ആവി എടുത്തിട്ട് വയ്യ. നമ്മൾ അവിടെ ഫുള്ള് ചൂടാണെങ്കിലും നമ്മുടെ എ സിയും ഫാനും ഒക്കെ ഇട്ട്
കണ്ടിന്യൂസ്ലി AC ഒക്കെ ഇട്ട് നിൽക്കുന്നതാണ്. ഞാൻ റൂമിൽ AC ഇട്ട് നിൽക്കത്തുള്ളൂ. എനിക്കല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പൊഹയുക. ഇവിടെ ആണെങ്കിൽ ഫാൻ ഇവിടെ ആക്കത്തില്ല, കറണ്ട് ചാർജാവും. വേറെ പ്രോബ്ലം. ചവിട്ടി വന്നിരുന്നാൽ മാത്രം തണുപ്പുണ്ട്. ഇപ്പൊ ഗായ്സ് അച്ഛൻ കടയിൽ നിന്ന് എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താണോ എന്തോ വെള്ളം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചെന്ന് നോക്കാം. ഐസ്ക്രീം അല്ലടാ പൊട്ടാ, അത് കേട്. ഇപ്പൊ ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന ഒരു മസ്കറ്റിൽ നിന്ന് നാട്ടിലോട്ട് വന്ന വ്ളോഗ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഗായ്സ് നമുക്കിനി അമ്മയ്ക്ക് പോയി ഉള്ളി തൊലിച്ച് കൊടുക്കാം. എനിക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ബാത്റൂമിൽ നിന്ന് വർക്ക് ഏരിയയിലോട്ട് പോകാം. എളുപ്പം എന്നിട്ട് കറങ്ങി പോണം. അമ്മേ ഞാൻ വന്നു, അതുവഴി കയറി ഇതുവഴി വന്നു. അല്ലെങ്കിൽ കറങ്ങി വരണം. ഇതെളുപ്പ. തൊലിക്കാം. ഇതെന്തത് ചക്കക്കുരു എന്തിനാ മാറ്റി വെച്ചേക്കുന്നത്? ചക്കക്കുരു അമ്പാടി പറഞ്ഞതാ ചക്കക്കുരു മാങ്ങയിട്ട് നമുക്ക് കറി വെക്കാം, മാറ്റി വെക്കാം. അതുകൊണ്ടൊന്നും ഈ വലിയ കത്തി വെച്ചിട്ടേ മുറിക്കാൻ ഭയങ്കര പാടാ. അവിടെ നമ്മൾ ചെറിയ കത്തി യൂസ് ചെയ്യുന്നത്. ഇടിച്ചമ്മന്തി ഗൈസ് എനിക്ക് എന്റെ വാളാത്തമ്മ ഉണ്ടാക്കി തന്നെ കേട്ടോ. വാളാത്തമ്മന്ന് വെച്ചാൽ എന്റെ അമ്മേനെ വാളാത്തമ്മനെ വിളിക്കുന്നത്. അങ്ങനെ അതെ ബീഫ് കറിയും ചക്കയും മോരും ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതാ ഇങ്ങനെ. അപ്പൊ നമുക്കിനി ചോറ് കഴിക്കാം. റൈസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയെന്ന് കുളിക്കാം. അങ്ങനെ ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്കിന് എന്തോ പ്രശ്നം പറ്റി. വരുമ്പോൾ മാത്രമേ എനിക്ക് ഹോട്ട്സ്റ്റാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണാനുള്ളതൊക്കെ ഇരുന്ന് കണ്ടെടുക്കും. അങ്ങനെ ഞാൻ റോസ്ലിനൊക്കെ കണ്ടു കേട്ടോ. നല്ല സീരിയൽസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ട്. പഴയകാല വീടും ഫെൻസിങ്ങും ഒക്കെ കാണാൻ. സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇതുപോലത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഉത്സവം നടക്കുന്നതാണെന്ന്. കുറേ നാളായാലും ഉത്സവമൊക്കെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന്. ഞാൻ ലാസ്റ്റ് ഇതുപോലെ ഉത്സവത്തിനൊക്കെ പോയത് 2019 കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ വന്നിട്ടില്ല ഉത്സവത്തിനായിട്ട്. അങ്ങനെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഉത്സവം. പിന്നെ എന്താ പറയുക. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോവാണേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ ടോയ്സൊക്കെ കണ്ടിട്ട് അമ്പാടിക്കും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് പോയത് എപ്പോഴായിരുന്നെന്ന്. ആ സമയത്ത് ഞാൻ അവസാനമായി മേടിച്ചൊരു ടോയ് എന്ന് പറയുമ്പോൾ ഒരു ഫോണാണ്. അതിലൊരു സെറ്റ് ഓഫ് റിംഗ് ടോൺസും ഉണ്ട്. അതിന് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഫോൺ ഒന്ന് തരുമെന്ന് ചോദിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതെനിക്ക് ബോധ്യമായി. അപ്പോൾ ബലൂണൊക്കെ കണ്ടു. അതൊന്നും അവന് വേണ്ട. അവന് വണ്ടികളാണ് എന്തെങ്കിലും വേണ്ടുന്നത്. അങ്ങനെ അവനൊരു JCB പൊക്കിയെടുത്ത് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അമ്പാടിക്കൊരാഗ്രഹം ബിരിയാണി കഴിച്ചാലോന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ബിരിയാണിയൊക്കെ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ ഈ ബിരിയാണിയിൽ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ തീർക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.